ഒരു കാര്യം പറയട്ടെ. അതെ, ഈ രാജലക്ഷ്മിയുടെ ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് പഠിക്കാൻ വന്നതാ ഈ പെങ്കൊച്ച്. വൈപ്പിന്ന് ഇങ്ങോട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ വന്നോ? ചേച്ചി മോള് വന്നില്ലേ? മോള് വന്നില്ല, അവള് പഠിക്കാൻ പോയേക്കണോ? ഇവിടെ ഒരു കാര്യമാണ് ഞാൻ പിന്നെ പറയണ്ട. അതെ, ഈ കൊച്ചിന് എയർപോർട്ടിലല്ലായിരുന്നോ ജോലി? അതിവിടെ ഡ്രൈവിംഗ് പഠിക്കാൻ വന്നപ്പോഴേ ആ രാജലക്ഷ്മി വിളിച്ചെടുത്താന്നേ. അങ്ങനെ പറയാന്ന് ഞാനും വിചാരിച്ചു. ഈ കിഴങ്ങിന് ഇങ്ങനെ ഇത്രയും നല്ല പെങ്കൊച്ചിനെ കിട്ടിയെന്ന്. ജസ്റ്റ് എസ്കേപ്പ്. ആ പെങ്കൊച്ചിന്റെ വീട് അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാന്? കമ്മിറ്റി കഴിഞ്ഞെങ്കിൽ മാറി തരൂ. വീട്ടുകാർക്കൊന്നും വേറെ പണിയില്ല. പിന്നെ ഇതെന്തേ തപ്പുന്നേ? എവിടെ പോയി? ഹോ, കാണ്ടായപ്പോ പേടിച്ചു പോയി. കുപ്പിയാ? ഇതല്ലേ അനിയേ, ഇങ്ങനൊക്കെ നടന്നാ മതിയടാ. ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? സുധേച്ചിക്ക് ഒരു മോളല്ലേ? ആ, അതിന് അവളെനി കെട്ടിച്ചേരും? ഇല്ലല്ല, എന്നാ കേട്ടെ. ഇവരുടെ നമ്മൾ ഉറപ്പായിട്ട് വിളിച്ചോടി പോകും. ഇവരെ ആരാണോ വെച്ചേ? നീ പോയി പപ്പടം നടക്കാൻ നോക്ക്. ഓ ശരി, ഒന്ന് മൂത്രം വെച്ചിട്ട് വരാം. അയ്യോ, ഇത് ഇന്നത്തേക്കാണ്. എന്തായാലും ജോലി ഏൽപ്പിക്കാന്ന് വിചാരിച്ചാൽ അതെല്ലാം കൂടെ എന്റെ തലേക്ക്. വേണ്ട, നിന്റെ അഴിയട്ടെ. ഇരിക്കുന്നേ. ആ, എന്റെ അപ്പൊ ഇറക്കമല്ല കേറ്റുവാണല്ലേ? എന്റെ പൊന്നനിയെ, നിന്നെ സമ്മതിക്കണട്ടോ. എന്റെ പരിപാടി കഴിഞ്ഞിട്ടോ, കയറിക്കോ. അത് പണ്ട് ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോ ബാറ്റിനടി ഉണ്ടതാ. ഇത്രയും വളയുള്ളൂ, എടുത്തോ. സെറ്റായിക്കോ. റെഡി? അളിയ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. ലേഡീസ് ഇതൊക്കെ വളയാത്തത്. അതെ, സിംഗിൾ എടുക്കണം പറഞ്ഞില്ലേ? സിംഗിൾ എടുത്തോട്ടാ. അമ്പിളിപ്പോ വരാട്ടാ. വന്നേ, ഇവിടെ നിന്നേ. ഇപ്പൊ എന്തൊട്ടിനും ഇങ്ങോട്ട് വന്നത്? നീ കുറച്ച് കാശ് കേട്ടേ അമ്മാവനെന്ന് പറഞ്ഞു വിടണം. ഏതമ്മാവൻ? ഏതമ്മാവനാ? നിനക്ക് ചെറുപ്പത്തിലേ കീ കൊടുക്കുമ്പോ തിരിയണ കുറങ്ങനെ തന്ന അമ്മാവൻ ഓർമ്മയില്ലേ? അതൊന്നും മറക്കരുതടാ. ആണല്ലേ? അമ്പിളി നോക്കണ്ട? അമ്പിളി മുമ്പിളി നോക്കണില്ലേ? അത് ഈ കാശ് കൊടുത്തേ. കൊണ്ടുപോയി കൊരങ്ങനെ അമ്മാവന് കൊടുക്കണേ. ആ കൊരങ്ങനെ കുടിക്കാനുള്ള കാശ്. അതെ, അളിയൻ എന്ത് പരിപാടിയാണ് വീടിന്റെ ഫ്രണ്ടിൽ കാണിച്ചു വെച്ചേക്കണത്? ആ ഫ്ലെക്സും തൊട്ടത് എല്ലാവരും അടിപൊളിയാന്ന് പറഞ്ഞാ അത് അളിയന് മനസ്സിലാവാണ്ടാണ്. അളിയനെ കളിയാക്കണതാണ്. അമ്പിളിക്ക് ഭയങ്കര ഹേർട്ടായി. ഞാനൊക്കെ തകർന്നു പോയി. നമ്മുടെ അല്ല, എന്റെ അമ്പിളിക്ക്. നോക്കടാ അമ്പിളിയുടെ ഹാപ്പി. ഞാൻ നോക്കിട്ട് നീ മാത്രം ഹാപ്പി അല്ലാത്തോളൂടാ. അതിന്റെ ചിരി കണ്ട പോവാന്ന് തോന്നൂടാ. അയ്യോ, ആ കുരങ്ങച്ചന്റെ മന കാശ് കൊടുക്കണ്ടേ? അയ്യോ, മറന്നു. ജസ്റ്റ് മിസ്. കഴിച്ചു. ശരി. ആരോമലമ്പളി എവിടെയാ? അവര് ഫോട്ടോ എടുക്കാനാന്ന് പറഞ്ഞ് മുകളിലേക്ക് കണ്ടുപോയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞില്ലേ? ഓ, അതാ ഒരാശ്വാസം. പക്ഷെ ഏത് സമയത്താണോ ഒരു വയ്യാവേലി കയറിയവരാന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ കല്യാണ ചക്കൻ അവിടെ? അവരാ ടെറസിലുണ്ട്. ഉണ്ണി എവിടെ? ഉണ്ണി നമ്മുടെ ഉണ്ണിയാണോ? പുള്ളി അകത്തുണ്ടാവും. അങ്ങനൊന്നും ഇല്ലെന്ന് അത് ആൾക്കാർ വെറുതെ പറഞ്ഞ. ശ്രദ്ധിക്ക്, മനസ്സിലായ ഈ വർക്കൊണ്ടല്ലേ അടുത്ത വർക്കുകൾ കിട്ടുക. അത് ശരി. രാവിലെ വന്നു. നീയെ കോസ്താപിന്റെ മോനല്ലടാ? അല്ല ചേച്ചി, ചേച്ചിക്ക് ആള് മാറിയതാ. സാധനം കൊണ്ടുണ്ടാ. ഇത് പിന്നെ എന്താ? അതെ, ഇവിടെ നിൽക്കണ്ട. മോന്റെ കൂടെ ബൈക്കിൽ കയറി പോയി കഴിച്ചാ? ഇല്ല.
ഇപ്പൊ നോക്കാം കസാരയുണ്ട് ഇതാ. ഹലോ പോട്ടെ പോട്ടെ. ഹലോ കഴിച്ച സജീവ, നീ ആ പുള്ളിയുടെ കേസ് നോക്ക്. പോരാ. എന്തുട്ട സാധനല്ലേ അതെ നമ്മുടെ നാടൻ മലയാളി വാറ്റ് സെയിം തന്നെ. ആ അതെ, നിങ്ങൾ ഈ അടിക്കുന്ന കൂട്ട് കാവട്ട സാധനമൊന്നും അല്ലത്. ആൽക്കഹോൾ കണ്ടന്റ് എത്രയാണെന്നറിയാവോ? എത്രയാ? 65%. ആ അപ്പൊ കുറച്ചടിച്ചാൽ മതി. ആ കുറച്ചടിച്ചാൽ മതി. ഗ്ലാസും വെള്ളം എടുത്തോ, കുറച്ച് അടിച്ചേക്കാം. ഞാനിതൊന്ന് വിളിപ്പിക്കട്ടെ. ഓരോന്ന് അടിച്ചിട്ട് ഇപ്പൊ വേണ്ട. എന്തൊരു കേസ് അറിയോ? നമ്മുടെ കുടുംബക്കാർ മാത്രല്ല, പുറത്തുനിന്ന് വന്നേക്കല്ലേ, നാണക്കേടാവും. എന്നാ വേണ്ട, ഓരോരോ ചെറു ഭക്ഷണത്തിന് മുന്നേ നമുക്ക് പോവാം. പുറത്തുനിന്ന് ആൾക്കാർ വന്നാൽ തന്നെ നമ്മുടെ ആൾക്കാരുടെ നമുക്ക് പ്രശ്നം അല്ല, ഒരു ചെറുത് 30 കിലോ ചെറുത് ഭക്ഷണത്തിന് മുന്നേ ഓർമ്മ അടിക്കുന്നു ഡോക്ടർ പറഞ്ഞായിരുന്നു. അതൊക്കെ എനിക്കറിയാം. ഇതൊന്നും വിളിപ്പിച്ച ഞാൻ പോരാ. എന്താ ഇത്? ഹായ്. ബാത്റൂമിൽ എല്ലാം പോവാനായിരിക്കും. അതാ അല്ലാതെ ആ മതി. അരമല ഒരു കാലിടട്ടെ. ആ, വേണ്ട, ഡയറ്റിംഗിലാണ്. വലിയ പീസ് നോക്കിയിട്ട്. കഴിക്കൂ. മതി മോനെ കഴിക്ക്. TP സിമി അല്ലേ? എന്നെ മനസ്സിലായോ? ഇല്ല. ചേട്ടാ ഒന്ന് വേഗം നടന്നേ, വെള്ളമൊക്കെ ഉണ്ടത്. സിമി അമ്പിളിക്ക് ഇഷ്ടായോ? എന്ത്? ഇവിടുത്തെ വീടും പരിസരവും നിഷ്കളങ്കരായ ഇവിടുത്തെ നാട്ടുകാരൊക്കെ. ആ 5:10 എത്തിയാതാ. അമ്പിളിക്ക് എയർപോർട്ടിൽ ജോലിയായ കാരണം ഫ്ലൈറ്റിന്റെ സൗണ്ടൊക്കെ ശീലമായി കാണൂലേ? കേട്ടമ്പിളി, എനിക്കും ഒരു പൈലറ്റ് ആക്കണം എന്നായിരുന്നു ആഗ്രഹം. എന്നിട്ട് എന്ത് പറ്റി? ആ, എനിക്ക് ഹൈറ്റ് പേടിയാണല്ലോ. ഇംഗ്ലീഷിൽ ഇതിനെ ആക്രോഫോബിയ എന്ന് പറയും. മോളെ, ഇവന് വേറെ പല ഫോബികളും ഉണ്ട്. ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടാ. UK-ലായിരുന്നു. കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ പോകും. ഞാൻ പറഞ്ഞിട്ടേ വേഗം പോകത്തുള്ളൂ. കഴിക്ക്. ഒരു സെക്കൻഡേ അമ്പിളി, വരൂ. മഞ്ജു, ഒരു സെക്കൻഡേ. മാളു, സ്ഥലമൊക്കെ ഇഷ്ടമായോ? ഇഷ്ടമായിട്ടാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. ഓ, അതിനെന്താ. മാളു, റീൽസ് ഒക്കെ ഇവിടെ ഒന്ന് എടുക്കാം. മുകളിൽ നല്ല വ്യൂ ആ ചേട്ടന് സ്ഥലം കൊടുക്ക്. പോട്ടെ.